ഇനി 24 മണിക്കൂർ കൂടിയേ ജീവിക്കൂ എന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെ മനുഷ്യരാശി ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാവുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാനാവൂ? നമ്മുടെ ഭൂമി ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വലിയ തീഗോളമായി മാറിയാൽ എങ്ങനെയുണ്ടാവും? 66 മില്യൺ വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊരു ദിവസം സംഭവിച്ചിട്ടുണ്ട്. അന്ന് മനുഷ്യർക്ക് പകരം ഡൈനോസറുകളായിരുന്നു എന്ന് മാത്രം. ഡൈനോസറുകൾ ലോകമൊട്ടാകെ കടലെന്നോ കരയെന്നോ ആകാശമെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ ആധിപത്യത്തിൽ വിഹരിച്ചിരുന്ന കാലഘട്ടം. ഭൂമി മുഴുവൻ അടക്കി വന്നിരുന്ന അവരെ തകർക്കുവാൻ ആ ഒരൊറ്റ ദിവസം മതിയായിരുന്നു. ഒരു കല്ല് ജസ്റ്റ് 10 to 12 കിലോമീറ്റർ വഴി ബഹിരാകാശത്തിന്റെ ഒരു കോണിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ യാത്ര ആരംഭിച്ച് ഭൂമിയെ ലക്ഷ്യമാക്കി പാഞ്ഞെത്തി. ആ കല്ലിന്റെ വേഗത ഭൂമിയിലുണ്ടായിരുന്ന ഏതൊരു വസ്തുവിന്റെ വേഗതയെക്കാളും അപ്പുറമായിരുന്നു. ആ കല്ലിന്റെ പേരായിരുന്നു ചിക്സലൂട്ട് ആസ്ട്രോയിഡ്. അങ്ങനെ ആ കല്ല് അതിന്റെ ഡെസ്റ്റിനേഷനായ ഭൂമിയിൽ വളരെ ശക്തമായി പതിച്ചു. ആ ആഘാതം ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഒരു 10 ബില്യൺ ന്യൂക്ലിയർ ബോംബ്സ് ഒരുമിച്ച് പൊട്ടിയാൽ ഉണ്ടാകുന്ന ആഘാതം എന്തുമാത്രം ഉണ്ടാവും? അത്ര തന്നെ ഉണ്ടായിരുന്നു ഈ ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിച്ചപ്പോൾ ഉണ്ടായ ഇമ്പാക്ട്. ആ പ്രദേശത്തിന്റെ 1000 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡൈനോസറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളും, സസ്യങ്ങളും, കല്ലും മണ്ണും വെള്ളവും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ ആകെ. ബിക്കോസ് ആ ഒരു മൊമെന്റിലുണ്ടായ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ഉള്ളിലെ പ്ലാസ്മയ്ക്കുള്ളിലുള്ള ടെമ്പറേച്ചറിനേക്കാളും അധികമായിരുന്നു. ഇടിയുടെ ആഘാതത്തിലുണ്ടായ ഷോക്ക് വേവ്സ് ഏകദേശം 2000 കിലോമീറ്റർ ചുറ്റളവിൽ അലയാണ്. അവിടെ ആകമാനം മഹാസുനാമികളും. ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ സ്റ്റാർട്ടിംഗ്. ഉൾക്കപ്പഴിച്ച സമയത്ത് കോടിക്കണക്കിന് ടൺ കല്ലും മണ്ണും മറ്റ് വിഷവാതകങ്ങളും ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ചിന്തിച്ചു. പിന്നീട് ഇവയെല്ലാം ഭൂമിയിലേക്ക് തീഗോളങ്ങളായി വർഷിക്കുവാൻ ആരംഭിച്ചു. ഇത് ഭൂമിയിലെ ഒരു വലിയ തീഗോളം. കത്തിയിരിഞ്ഞുണ്ടായ ചാമ്പൽനാനും ജാലത്തിനാലും അതേപോലെ തന്നെ അന്തരീക്ഷത്തിലെ സൾഫറിനാലുമുണ്ടായ കറുത്ത ഇരുണ്ട മേഘങ്ങൾ ഭൂമിയെ ഇരുട്ടിലേക്ക് കൂട്ടി. സൂര്യപ്രകാശ പ്രഭാവം, സ്ഥിരമായ ആസിഡ് മഴ തുടങ്ങിയവ സസ്യങ്ങളെ നശിപ്പിക്കുകയും ജലസ്രോതസ്സുകൾ ഉപയോഗശൂന്യമാക്കി മാറ്റുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തെ അതിജീവിച്ച ജീവജാലങ്ങൾ പട്ടിണി മൂലം മരണത്തിന് ഇടവന്നു. കോടിക്കണക്കിന് വർഷങ്ങളായി ഭൂമി ധരിച്ചിരുന്ന ഡൈനോസറുകൾ കണ്ണടച്ചു തുറക്കുന്ന സമയം കൊണ്ട് ലോകത്ത് നിന്ന് ചുരുക്കം ചില പറക്കാൻ കഴിവുള്ള. അതെ, ഇതൊരു കാലഘട്ടത്തിന്റെ അവസാനമായിരുന്നു. അതേപോലെ തന്നെ പുതിയൊരു കാലഘട്ടത്തിന്റെ തുടക്കം. അന്ന് അവശേഷിച്ച പറക്കാൻ കഴിവുള്ള ഡൈനോസറുകളാണ് പിന്നീട് പക്ഷികളായി പരിണമിച്ചത്. ഡൈനോസറുകളെ ഭയന്ന് മാളങ്ങളിൽ അഭയം പ്രാപിച്ചതുകൊണ്ട് മാത്രം ഈ മഹാദുരന്തത്തിന്റെ ഇമ്പാക്ട് അധികമേൽക്കാത്ത മാമൽസ് ആണ് പിന്നീട് നാം കാണുന്ന പല ജീവജാലങ്ങളായി പരിണമിച്ചത്. അതെ, നമ്മൾ മനുഷ്യരുൾപ്പെടെ. Sometimes the end is a new beginning we never expect.